ഇന്നത്തെ മോർണിംഗ് ടാസ്കിൽ ബിഗ് ബോസ് അനീഷിനൊരു മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട്. ആരൊക്കെയാണ് ഈ വീട്ടിലെ എതിരാളികൾ, അതായത് തനിക്കുള്ള എതിരാളി, അല്ലെങ്കിൽ അതുപോലെ ആരൊക്കെയാണ് സുഹൃത്തായിട്ട് നിൽക്കുന്നത് എന്ന് എല്ലാവരുടെയും കാര്യങ്ങൾ അനീഷ് പറയണമെന്ന് പറഞ്ഞിട്ട് അനീഷിന് ആ ടാസ്ക് കൊടുക്കുന്നുണ്ട്. അനീഷ് ഓരോരുത്തരായിട്ട് പറയുന്നുണ്ട്. ചിലതെല്ലാം ഒത്തുചേരും, പക്ഷേ ചിലതെല്ലാം തെറ്റായിട്ടും തോന്നുന്നുണ്ട്. അനീഷിന് എന്തായാലും ആ ടാസ്കിൻ്റെ പൂർണ്ണമായ ഒരു ഒബ്ജക്റ്റീവ് എന്താണെന്ന് മനസ്സിലായില്ലാത്ത പോലെയായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. അനീഷിൻ ഇതുവരെയുള്ള ദിവസങ്ങളിൽ അനീഷിൻ്റെ ഗെയിമുകളിൽ 100% യോജിക്കുമെങ്കിലും ഇന്നത്തെ ഈ ടാസ്കിൽ അനീഷിന് ചില തെറ്റുകൾ പറ്റി. പ്രത്യേകിച്ച് അനീഷിൻ്റെ സ്വന്തം അസസ്മെൻ്റ്, അനീഷിന് സ്വന്തമായിട്ടുള്ള അസസ്മെൻറ്റിലും അനീഷിന് കാര്യമായിട്ടൊരു മിസ്റ്റേക്ക് പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് അനീഷ് തൻ്റെ സുഹൃത്തായിട്ട് ഷാനവാസിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. അത് ഓക്കെ, അത് നമുക്കും ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത്രയും നാൾ അവർ തമ്മിലുള്ള ഒരു കോംബോ നമുക്കും അത് ഫീൽ ചെയ്യും. അനീഷിന് ആകെ ഒരു സുഹൃത്തായിട്ട് അനീഷിന് ഫീൽ ചെയ്യുന്നത് ഷാനവാസിനെയാണ്. ഷാനവാസിനും അങ്ങനെ തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത്. പക്ഷേ എതിരാളിയെ അനീഷ് സെലക്ട് ചെയ്തത് ആര്യനെയാണ്. അതിൽ അനീഷിന് തെറ്റുപറ്റിയെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് അനുസരിച്ച് അനീഷിന് അവിടെ എതിരാളി എന്ന് പറയുന്നത് തനിക്ക് മുന്നോട്ട് പോകാനുള്ള വെല്ലുവിളി, അതായത് തനിക്കൊപ്പം അല്ലെങ്കിൽ തന്നെക്കാൾ ഒരുപടി മുമ്പിൽ അവിടെ ഗെയിം കളിക്കുന്നു എന്ന് തോന്നുന്ന ആളെ ആയിരിക്കണം ബിഗ് ബോസ് ഉദ്ദേശിച്ചത്. പക്ഷെ അനീഷ് അവിടെ സെലക്ട് ചെയ്തത് തന്നെ നിരന്തരം ടീസ് ചെയ്തിരിക്കുന്ന അനീഷിനോട് പലപ്പോഴും വളരെ മോശമായിട്ടും ഒക്കെ പെരുമാറുന്നു. പക്ഷെ അതുകൊണ്ട് അനീഷിന് അയാളൊരു എതിരാളി എന്ന് പറയാൻ പറ്റില്ല. അയാളെ സംബന്ധിച്ച് അയാൾക്ക് മുന്നോട്ടുള്ള യാത്രയിൽ കടുത്ത വെല്ലുവിളിയായിട്ട് അയാൾക്ക് ഫീൽ ചെയ്യേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ അയാളത് മെൻഷൻ ചെയ്യേണ്ടിയിരുന്നത് ഒന്നുകിൽ ഷാനവാസിനെ, അല്ലെങ്കിൽ അനുമോളിനെ, അതുമല്ലെങ്കിൽ അക്ബറിനെ ആയിരുന്നു. കാരണം നമ്മുടെ ഇത്രയും നാളത്തെ ആ ഒരു അസസ്മെൻറ്റിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ഈ 3 പേരെയാണ് അനീഷിനും കടുത്ത വെല്ലുവിളിയായിട്ട് അവിടെ ഉള്ളത്. പക്ഷെ അനീഷ് ഇവരെ 3 പേരെ ഒഴിവാക്കിയിട്ട് ആര്യനെ സെലക്ട് ചെയ്യുന്നു. അത് അനീഷിന് പറ്റിയൊരു മിസ്റ്റേക്കാണെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ.